വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി ചെറുതുരുത്തി മേഖലാ സമ്മേളനം ചെറുതുരുത്തി പാങ്ങാവ് ക്ഷേത്ര ഹാളിൽ വെച്ച് നടന്നു. കേളിയോടുകൂടി ആരംഭിച്ച സമ്മേളനം പ്രശസ്ത എഴുത്തുകാരി സുജാത വാര്യർ ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് പോകാൻ, അതിൽ ഉയരാൻ അല്ലെങ്കിൽ തിളങ്ങാൻ ഇവരാരും തയ്യാറാവുന്നില്ല എന്നൊരു ഭയങ്കരമായ സങ്കടം രാമനാശാനുണ്ടായിരുന്നു. അവരുടെ മാർഗങ്ങൾ തെളിയിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. സ്വയം അവർ തന്നെ അതിൽ നിന്ന് ഉയരണ്ടേ. അപ്പൊ ആ ഒരു സങ്കടം രാമനാശൻ ഉണ്ടായെന്ന് ഞാൻ പറയാണ്. അതുപോലെ ആവാതെ ഇനിയും വരും തലമുറ ഏത് കലയാണോ നമ്മൾ സ്വായത്തമാക്കിയത് ആ കലയിൽ തിളങ്ങാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ എന്നെ ഈ ക്ഷേത്രവാദ്യകലാ അക്കാദമിയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എന്നെ ഈ വേദിയിലേക്ക് വിളിച്ച് സന്തോഷപൂർവ്വം എനിക്കിതിന് വരാൻ പറ്റി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ജഗദീശ്വരൻ ആയുരാരോഗ്യ സൗഖ്യവും കൈകളായും ആ ചുണ്ടുകൊണ്ട് കൊണ്ടായാലും ആ വാദ്യകലയെ ശോഭിക്കാൻ തിളങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ജഗദീശ്വരൻ അതിനുള്ള മാർഗങ്ങൾ തെളിയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഔപചാരികമായി ഞാൻ ഈ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മേഖലാ പ്രസിഡന്റ് പുലാക്കോട് മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി ട്രഷറർ കീഴൂട്ട് നന്ദനൻ, സംസ്ഥാന സമിതി അംഗം കിള്ളിമംഗലം പ്രിയേഷ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് പാറമേക്കാവ് ജയശങ്കർ, ജില്ലാ സെക്രട്ടറി ഹരിശങ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പൈങ്കുളം ശ്രീജയൻ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി പൈങ്കുളം രതീഷ് സ്വാഗതവും കിള്ളിമംഗലം അർജുൻ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ വിവിധ അംഗീകാരങ്ങൾ നേടിയവരെയും മുതിർന്ന കലാകാരന്മാരെയും മൊമന്റോ നൽകി ആദരിച്ചു. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് അവശരായ കലാകാരന്മാരെ കണ്ടെത്തി, അവർ വയ്യാണ്ട് കിടക്കണേ അവരെ കണ്ടെത്തി അവർക്കൊരു സഹായം എത്തിക്കുക. ഈ 17 ഒരു സങ്കടം നമ്മൾ സംസ്ഥാന സമിതി വെച്ച് കഴിഞ്ഞാല് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സംസ്ഥാന സമിതിയെ കൊടുക്കണം. ഇതുപോലെ 5000 രൂപ വീതം അവശരായിട്ടുള്ള കലാകാരന്മാർക്ക് നമ്മൾ നൽകി വന്നിരുന്നു. ഈ പൈസ എത്തിക്കാൻ ഞാൻ തന്നെയാണ് ഈ വീട്ടിലേക്ക് പോയി കൊടുക്കല്. ഞാൻ ആ കൊല്ലം കണ്ടത് നമ്മുടെ വെള്ളിത്തിരുത്തി മാധവേട്ടൻ, ഉണ്ണിയേട്ടൻ. അദ്ദേഹം പ്രഗത്ഭനായിട്ടൊരു പരന്തരക്കാരൻ, പ്രമാണിയായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും സമ്പാദിക്കാനോ അല്ലെങ്കിൽ വീരശൃംഖലയോ അവാർഡുകളോ ഒന്നും കിട്ടാത്ത വ്യക്തി. ആ വീട്ടിലേക്ക് പോയപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ കട്ടുമ്പ പായ വിരിച്ച് അതില് മൂത്രം ഒന്നും പോകാൻ ട്യൂബൊന്നുള്ള വകുപ്പില്ല. അവർക്ക് പൂവാണ്ടിക്ക് ഒരു സാധനം കിട്ടി കിടക്കണ എനിക്കാൻ പറ്റാതെ. അപ്പൊ അങ്ങനെയുള്ള കലാകാരന്മാർക്ക് നമ്മുടെ പുതിയ കുട്ടികൾ, നിങ്ങളെ പോലുള്ള കുട്ടികൾ, അവർക്ക് സഹായം എത്തിക്കേണ്ട ഒരു കർമ്മം കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇതിന് മുന്നോട്ട് ഇറങ്ങാൻ. അത് നാളേക്ക് നമുക്കതൊരു ഗുണം ചെയ്യുക. അത് സംശയം അവരുടെ അനുഗ്രഹം മാത്രം മതി. അതിനാണ് ക്ഷേത്രവാദ്യ കലാ അക്കാദമി നമ്മൾ രൂപം കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് CCV.